പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന പണത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്ന സമ്പത്തിൽ നിന്ന് എന്ന് അല്ലാഹു പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലാണ്. അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് പടച്ചവൻ പരിശോധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ അല്ലാഹു സമ്പത്ത് നൽകുന്നത്. അത് 10,000 കിട്ടിയാലും 1,00,000 കിട്ടിയാലും 1 കോടി കിട്ടിയാലും നമ്മുടെ കയ്യിൽ വരുന്ന പണത്തെ എത്ര പക്വതയോടെ ഉത്തരവാദിത്ത ബോധത്തോടെ നമ്മൾ ചെലവഴിക്കുന്നു എന്നതാണ്, വിനിയോഗിക്കുന്നു എന്നതാണ്. അതിന്റെ ക്രയവിക്രയം എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എത്ര സമ്പാദിച്ചു എന്ന് അല്ലാഹു ചോദിക്കുന്നില്ല. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. ഈ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്, അത് എവിടെയാണ് ചെലവഴിച്ചത് ചോദ്യമാണ്. സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, അത് എങ്ങനെ വിനിയോഗിച്ചു എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കും. എത്ര എന്നല്ല, നമ്മുടെ കയ്യിൽ വന്ന സമ്പത്ത് അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അത് എവിടെ നിന്ന് വന്നു, അതിന്റെ സോഴ്സ് എന്താണ്, അതിന്റെ വിനിമയ മേഖലകൾ ഏതാണ്, ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ എല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, ഇവിടെ കേരളത്തിന്റെ പ്രത്യേകമായ ഒരു സാഹചര്യത്തെ പറ്റി നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതം പലപ്പോഴും കടങ്ങളുടെ മേൽ കടങ്ങളിൽ കടന്ന് മുഴുകുകയാണ്. ആ ഭാരത്താലാണ് മലയാളികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകൾ ജപ്തി ചെയ്യപ്പെടുന്ന വാർത്തകൾ, അതിൽ ഉന്നതർ മുതൽ താഴ്ന്നവർ വരെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ലോണുകൾ എടുക്കുന്നത്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ബാധ്യതകൾ കൂട്ടുകയാണ്, ബാധ്യതകൾ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നമുക്ക് കാണാൻ കഴിയും. അതൊരു നോർമലായ ലോൺ എടുക്കുക എന്ന് പറയുന്നത് വളരെ നോർമലായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ലോൺ പാസ്സായി എന്ന് പറയുന്നത് ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് നേടി ജേതാവായ സന്തോഷത്തോടുകൂടിയാണ് ലോൺ പാസ്സായി. വലിയൊരു ബാധ്യതയാണ് നാം നമ്മുടെ തലയിൽ ഏറ്റെടുത്ത് വെക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അതിനെ വളരെ ഒരു നിസാരമായി കാണുകയാണ്. ഒരു നാഷണൽ സർവേ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളെയും പഠനം നടത്തുമ്പോൾ ഡെഡ് അസറ്റ് റേഷ്യോ എടുത്ത് പരിശോധിച്ചാൽ ഒന്നാമത് കേരളമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടമെടുത്ത് ജീവിക്കുന്നത് മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കടമെടുത്ത് ലോൺ എടുത്ത് ജീവിക്കുന്നത് മലയാളികളാണ്. കേരളത്തില് ലോൺ കൊടുക്കാൻ എത്രയോ കമ്പനികളുണ്ട്. അതില് ഏറ്റവും വലിയ 3 കമ്പനികളുടെ ഗോൾഡ് റിസർവ് പരിശോധിക്കുമ്പോ കേരളത്തിൽ 300 ടണ്ണിലേറെയാണ്. പഠനങ്ങൾ പറയുകയാണ്. അപ്പൊ മലയാളികൾ എത്രമാത്രം ലോൺ എടുത്ത് ഇത് എന്തിനാണ്? ബാധ്യതകൾ കൂട്ടുന്നതിന് വേണ്ടി. ബാധ്യതകളുടെ മേൽ ബാധ്യതകൾ വരുത്തിവെച്ച് ആ ഭാരം പേറി അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് സുരക്ഷിതമായി ചെലവഴിക്കാതെ, ഉത്തരവാദിത്തത്തോടെ ചെലവഴിക്കാതെ മിമ്മാ ജഅലകും മുസ്തഖ്ലഫിന ഫീ എന്ന് ഓർമ്മപ്പെടുത്തിയതിനാണ്. നിങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ പ്രതിനിധികളാക്കിയിരിക്കുന്നു എന്നാണ് ഖുർആനിന്റെ വചനം. പ്രതിനിധികളാണ്. നമുക്ക് കയ്യിൽ വരുന്ന അത് 10,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും 1 കോടിയാണെങ്കിലും ആ 10,000ത്തിന്റെ ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. 1,00,000ത്തിന്റെ ഉത്തരവാദിത്തം നമുക്കുള്ള ഈ സമ്പത്ത് എവിടെ നിന്ന് ചെലവഴിച്ച് എടുത്തതാണ്? ഇത് എവിടെയാണ്, എങ്ങനെയാണ് നീ വിനിയോഗിച്ചത്? സാലറി വാങ്ങി ജോലി ചെയ്യുന്നവരുടെ കാര്യം പറയുകയും വേണ്ട. സാലറി വാങ്ങി ജോലി ചെയ്യുന്നവർ അവരുടെ ശമ്പളത്തിന്റെ ബഹുഭൂരിഭാഗം 70%, 60% ഒക്കെ ലോണുകൾ അടച്ച് EMI അടച്ച് തീരുകയാണ്. പിന്നെ ആ മാസം കഷ്ടിച്ചു പോകണമെങ്കിൽ അടുത്ത കടം ആരെടുത്തെങ്കിലും വാങ്ങണം. ഈ ഒരു അവസ്ഥ മലയാളികളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിലും പല പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശമ്പളം കൂടുന്നത് ഇന്ന് നോക്കുമ്പോൾ ഒരാളെ സമ്പന്നനാക്കേണ്ടതാണ്, പക്ഷേ സമ്പന്നനാക്കുന്നില്ല. ശമ്പളം കൂടുന്തോറും ആളുകൾ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു.
കാരണം ശമ്പളം കൂടുന്തോറും എന്റെ കയ്യിൽ പൈസ വരുന്നുണ്ടല്ലോ, അപ്പൊ ഞാന് മാക്സിമം ആഡംബരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ജീവിതത്തിന്റെ ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ട് കടക്കണിയിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ആ അവസ്ഥകൾ പോലും നമുക്ക് കാണാൻ കഴിയും. 2025 നടന്ന ഒരു പ്രധാനപ്പെട്ട പഠന റിപ്പോർട്ട് ഇങ്ങനെയാണ്: മാസം ശമ്പളം വാങ്ങുന്ന 57% ജോലിക്കാരും മാസാവസാനം പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഇത് 70% എന്ന് കാണാൻ. കൊച്ചി, ബാംഗ്ലൂരൊക്കെ പോലെയുള്ള നഗരങ്ങൾ, ഡൽഹി, ഇവിടങ്ങളിലൊക്കെ ജീവിക്കുന്ന 70% ജോലിക്കാരും മാസാവസാനം അവരുടെ കയ്യിൽ പൈസ ഇല്ല. ചില്ലറ സാലറി ഒന്നുമല്ല വാങ്ങുന്ന. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം വരെ വാങ്ങുന്നവർ തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ചെലവഴിക്കാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും അവസരങ്ങളും നമ്മുടെ കണ്ണിമ, നമ്മുടെ കണ്ണിനെ ത്രസിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അതിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു മാസം ശരാശരി ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിഗതിയിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്നതിന്റെ ദുരിതമാണ് കാണുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നാം പരിശോധിച്ചാൽ, പരിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ആധുനിക സാമ്പത്തിക സാക്ഷരതയുടെ അടിസ്ഥാനത്തിലും നാം ഇതിന് നിരൂപണം നടത്തി കഴിഞ്ഞാൽ ചില കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കാണാൻ കഴിയും. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമുണ്ട്: അൽ ഹിർസു അല ദുനിയ, ദുനിയാവിനോടുള്ള അത്യാഗ്രഹം. ദുനിയാവിനോടുള്ള അത്യാഗ്രഹം, ഈ അത്യാഗ്രഹം മനുഷ്യനെ നശിപ്പിക്കുന്ന ഘടകമാണ് എന്ന് എത്രയെത്ര ഹദീസുകളാണ് പറയുന്നത്. സൂറത്തുൽ തകാസുർ അങ്ങനെ ഒരു അധ്യായമാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അൽഹാകുമുത് തകാസുർ, എൻ്റെ കയ്യിൽ ഒരുപാട് വസ്തുവകകളുണ്ട്, വിഭവങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തമായിട്ടുണ്ട് എന്ന് 4 ആളുകളോട് പറയാനും കാണിക്കാനും കഴിയുന്ന ഈ ഒരു മാനസിക പ്രവണത, ഇത് നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഇത് എന്ന് തീരും? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒടുങ്ങിയാലും അവന്റെ ആർത്തി തീരൂല. മനുഷ്യൻ ഒടുങ്ങിയാലും അവന്റെ ആർത്തി തീരൂല. ലൗ കാന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ, ഒരാൾക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ടെങ്കിൽ അതിൽ അവൻ തൃപ്തിപ്പെടുകയില്ല, അവൻ അടുത്തത് വേണമെന്ന് ആഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഇത് ആധുനിക സാമ്പത്തിക സാക്ഷരത അനുസരിച്ച് നമ്മുടെ അസറ്റുകൾ കൂട്ടണമെന്ന് പറയും. അതിനെതിരെയല്ല ഈ വിഷയം. നമുക്ക് നമ്മുടെ പോക്കറ്റിലേക്ക് പണം തരുന്ന വരുമാന മാർഗങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നതിൽ പരിശുദ്ധമായ ദീൻ എതിര് പറഞ്ഞിട്ടില്ല, അവരെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അസറ്റുകൾ കൂട്ടി അത് സമൂഹത്തിന് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ വിനിയോഗിക്കുന്ന സമ്പന്നർ സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പമാണ് അവർ. പക്ഷേ എന്തിനാണ് പണം? ആഡംബര ജീവിതങ്ങൾക്ക് വേണ്ടി തീർക്കാനുള്ളതാണോ പണം? അതാണോ പർപ്പസ്? ലോകത്ത് ഇന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണത്തിന് പുറകെ ഓടരുത് എന്നാണ്. ആര് പണം ഉണ്ടാക്കിയ ആളുകൾ പോലും പറയുന്നത് എന്താണ്? പണത്തിന് പുറകെ ഓടരുത്. പണം എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ സർവീസ്. നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസോ ഏറ്റവും മികച്ച രൂപത്തിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മൾ അവർക്ക് നൽകുമ്പോൾ അതിന് ബൈ പ്രൊഡക്റ്റ് ആയി വരുന്നതാണ് പണം. അപ്പൊ സമൂഹം എന്തിനാണ് പണം? അതിന്റെ പർപ്പസ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്യാഡംബരങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം, അതിനോടുള്ള ഒരു ഭ്രമം, അൽ ഹിർസു അല ദുനിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൗതിക സുഖാഡംബരങ്ങളോടുള്ള അത്യാഗ്രഹം നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു.
എത്ര എത്ര ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മലയാളികൾ ഇത്രമാത്രം ലോൺ എടുത്ത് ജീവിക്കുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത്യാഗ്രഹത്തിന്റെ പേരിലും. നമ്മുടെ കയ്യിലുള്ള വസ്തുവകകളൊന്നും എടുത്തുനിന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിക്കുക. നമ്മുടെ വീട്ടിൽ ഒന്ന് കയറിയ ശേഷം നമ്മുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുത്ത് കഴിഞ്ഞ ഒരു 5 മാസത്തിന്റെ ഇടയിൽ 6 മാസത്തിന്റെ ഇടയിൽ നാം വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങൾ, അത് വാഹനമാകാം, മൊബൈലാകാം, എന്തുമാകാം, അതൊന്ന് കണക്കെടുത്താൽ ഇന്ന് നമുക്ക് അതിൽ എത്രമാത്രം ആവശ്യങ്ങളുണ്ട്, അത് മേടിച്ചത് ശരിയായ ഒരു തീരുമാനമായിരുന്നു അല്ലേ എന്നൊന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം അത്യാഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ വാലിഡേഷൻ. അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ, അപ്പുറത്തെ വീട്ട് അയൽവാസി ഒരു കാർ മേടിച്ചു, അവൻ ഇത്ര വലിയ വീട് കിട്ടി, അതുകൊണ്ട് ഞാനും എനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. എന്റെ ബ്രദർ, എന്റെ സഹോദരൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ ക്ലാസ്മേറ്റ്, അവരൊക്കെ അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്, എന്റെ കയ്യിൽ ഇല്ലല്ലോ. ഈ ഒരു അപകർഷതാബോധത്തിൽ നിന്നുകൊണ്ട് ആളുകൾ അവരുടെ കയ്യിലേക്ക് വരുന്ന പണത്തെ തെറ്റായ രൂപത്തിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാസാവസാനം കിട്ടുന്ന ശമ്പളം തീർന്നു പോകുന്നത്. നമ്മൾക്ക് മര്യാദയ്ക്ക് വീട്ടിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഉള്ളതിൽ തൃപ്തിപ്പെടാനാണ്. നമുക്ക് ലഭിച്ച ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ഇതുപോലും കിട്ടാത്ത എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അത് കാണാനും അത് കേൾക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഈ സോഷ്യൽ വാലിഡേഷന് വേണ്ടി നാം മത്സരിക്കുമോ? ഇങ്ങനെ ആളുകളുമായിട്ടൊരു താരതമ്യം ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഈ ആഡംബരമല്ല. അത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിലും ഇല്ലാത്ത ഒരു സോൾ, അത് നമ്മുടെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്താൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, ആ ആത്മാവിനെ വളർത്താൻ, ആ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ, അതിൽ പൂർണ്ണത കൈവരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിലാണ് നമ്മുടെ സന്തോഷം, അതിലാണ് നമ്മുടെ സമാധാനം. ആത്മാവിനെ പറ്റി അവർ താങ്കളോട് ചോദിക്കും. എന്താണ് ആത്മാവെന്ന് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി തങ്ങൾ തയ്യാറായില്ല. ആത്മാവെന്ന് പറഞ്ഞാൽ ഇന്ന അങ്ങനെ